അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വീട്ടിൽ അടുക്കളയിലായെന്ന് മാത്രമല്ല എനിക്ക് മടിയായി. കാരണം ഇപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒന്ന് ഡ്രസ്സ് മാറ്റി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പിന്നെ കാരണം കുറേ ദിവസം ഇങ്ങനെ പുറത്ത് പോയിട്ട് വീട്ടിൽ നല്ല സുഖം പിടിച്ചിരിക്കണില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വീട്ടിലിരിക്കാൻ അത്ര വലിയ സുഖമുള്ള കാര്യമല്ല കേട്ടോ. കാരണം കോളേജിലേക്ക് പോകാനായിട്ട് തോന്നുന്നുണ്ട്, വീട്ടിൽ ബോറടിക്കണമുണ്ട്, ഒക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലായിട്ട് ഇപ്പോൾ ഒരു 1-2 ആഴ്ച എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇന്നലെ ഇപ്പോൾ സായ്മോനിക്ക് ലീവ് ആയിരുന്നു, സമരമൊക്കെ ആയിട്ട് ലീവായിട്ടിരിക്കുന്നു. സായ്മോന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓനിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കും തോന്നുന്നു ക്ലാസ് കുറച്ചും കൂടി ഒന്ന് നീട്ടി കിട്ടിയതെങ്കിൽ ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷേ സായ്മോൻക്ക് അങ്ങനെയല്ല, അവർക്ക് ലീവ് എടുക്കുന്നതാണ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ലീവ് എടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും, കുറച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇല്ലാതാവുമ്പോൾ എനിക്കത് അറിയുമ്പോൾ വിഷമാവും. ഇപ്പോൾ സ്കൂളിൽ പോയിക്കോന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എന്ത് കേട്ടാലും മനസ്സിലാവില്ല. അപ്പോൾ സ്കൂളിൽ പോകില്ല, മടി പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. അപ്പം ഇന്ന് സായ്മോന് പോണ സമയത്ത് ഞാൻ ഇന്നലെ ഒരു ഇതുണ്ടാക്കിയിരുന്നു, പുലാവ് മീൻസ് വെജിറ്റബിൾ ബിരിയാണി. പുലാവ് എന്നല്ല ഇത് പറയാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ഇന്നലെയല്ല മിനിയാന്നായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ സായ്മോൻക്ക് അത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓനക്ക് ഒരു മിക്കവാറും ദിവസങ്ങളിൽ ഓന് സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്, ചില ദിവസങ്ങളിലൊന്നും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഓന് പറഞ്ഞു എന്നോട് എനിക്ക് ആ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് കുക്കായി. അപ്പോൾ ഞാൻ അവർക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ അല്ലെങ്കിൽ നേരത്തെ ഞാൻ നീക്കും. പക്ഷെ ഞാൻ ഇന്ന് ആ ഒരു മൈൻഡ് സെറ്റോടൊക്കെയാണ് നീട്ടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ അടിക്കാണ്ട് ചിലപ്പോൾ ദോശ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ദോശ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൽ പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് നമ്മളെ കുക്കറിലോ ചട്ടിയിലോ ഒന്നുമല്ല, അഗാരോൻ്റെ റീഗൽ റൈസ് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്, സിമ്പിൾ ഉണ്ടാക്കാൻ ഒരു 2-3-4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് റൈസ് കുക്കറിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെന്നും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഗാരോൻ്റെ റീഗൽ റൈസ് കുക്കർ എന്ന് പറഞ്ഞ കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് കാണാൻ പറ്റും. വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ്. ഇനി വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ് നമുക്ക് ലോ കാപ്സിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഷോർട്ട് ഗ്രെയിൻസ്, പൊറിഡ്ജ്, സ്റ്റീം, സ്ലോ കുക്ക് എന്ന ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ചൂടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കീപ്പ് വാം എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. ഇത് ഓണാക്കാനും ഓഫാക്കാനും ഇത് കൂട്ടാനും കുറക്കാനും ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഡിജിറ്റലായിട്ട് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാനും സുഖമാണ്. ഈ ഒരു ബട്ടൺ പിടിച്ച് ജസ്റ്റ് മേലേക്കൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് കാണാൻ പറ്റും. ഇതിലാണ് സ്റ്റീം ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സെറാമിക് കോട്ടഡ് ബൗളും കാണാൻ പറ്റും. ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യുക. ഇത് റിമൂവബിൾ സ്റ്റീം വെൻ്റാണ്. പിന്നെ ഇത് റിമൂവബിൾ കണ്ടൻസ് കളക്ടറാണ് കേട്ടോ. നമ്മൾ ആവിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന സൂപ്പ് ലാഡലും പിന്നെ സ്പാച്ചുലയും കൂടിയാണ് കേട്ടോ, നമുക്ക് ഇളക്കാൻ മിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചാർജബിളാണ്, അതായത് വയർ കുത്തിയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുക. ഇത് മെഷറിങ് കപ്പാണ്, നമുക്ക് അരിയും വെള്ളമൊക്കെ അളക്കാൻ വേണ്ട സംഭവം കേട്ടോ. പിന്നെ ഇത് യൂസർ മാനുവലാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടും. പിന്നെ ഇതിൽ 1 ഇയർ വാറണ്ടി കാർഡും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചു, പട്ട ഇട്ടു, പിന്നെ കറാമ്പൂ ഇട്ടു, പിന്നെ നമ്മൾ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ടെടുത്ത് ചെറുതായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പൊട്ടാറ്റോയും ക്യാരറ്റും ഇട്ടിട്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇട്ടിടുക. ഞാൻ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല ഉണ്ടാവില്ലേ, ഗരം മസാല, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് കഴിഞ്ഞ് അരി അളക്കുകയാണ്. ഞാനൊരു 2.5 കപ്പ് അരിയാട്ടോ എടുക്കുന്നത്. ഞാൻ എല്ലാവർക്കും കൂടി കഴിക്കാണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ 2.5 കപ്പ് എടുക്കണമെന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ 2.5 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം അങ്ങനെയുള്ള വെക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഓപ്ഷൻസിൽ വന്നിട്ട് ജസ്റ്റ് ഓൺ ആക്കുക. പവർ ബട്ടൺ ഞെക്കിയിട്ട് ഓൺ ആക്കിയതിന് ശേഷം വൈറ്റ് റൈസ് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് അതിൻ്റെ ടൈം ആകുമ്പോൾ ഓൺ ആവും, സ്വന്തമായിട്ട് ടൈം ആകുമ്പോൾ ഓഫ് ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അരി കുക്കാവുന്ന സമയത്ത് അതിൻ്റെ ആവി ഈ സ്റ്റീം വെൻ്റ് കൂടെ പോകാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ റൈസ് നല്ല കിഡുമായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ അതിൻ്റെ പാകത്തെ വേവിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ലോ കാർബ് റൈസ് ഉണ്ടാക്കി വെക്കാം. ലോ കാർബ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത്
അതിൽ നമ്മൾ റൈസ് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക കേട്ടോ വേണ്ടത്. അവിടെ നിന്ന് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അരി നല്ല കറക്റ്റ് വേവിലും വന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇതിലത്തെ വാട്ടർ ഞാൻ ഒഴിച്ചില്ല, അതൊക്കെ അടിയിൽ ഊറിയിട്ട് ആവി കൊണ്ടാണ് കേട്ടോ ഈ റൈസ് ഉണ്ടാവണത്. അതുകൊണ്ടാണ് ലോ കാർബ് റൈസ് ആവണത് കേട്ടോ. ഇനി സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഒന്നിൽ ബോയിൽ ചെയ്യാനും ഒന്നിൽ സ്റ്റീം ചെയ്യാനും മാത്രമല്ല പറ്റുക, രണ്ടും ഒപ്പം ചെയ്യാനും പറ്റും കേട്ടോ. ഒന്നിൽ നമുക്ക് സ്റ്റീം ചെയ്യാം, തൊട്ടടിയിൽ നമുക്ക് കറിയോ അല്ലെങ്കിൽ പുഴുങ്ങലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും, ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ വേണ്ട. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നമ്മൾ സാധാരണ കുക്കറിലൊക്കെ വെക്കണ പോലെ തന്നെ അതിലും ടൈം കുറവായിട്ട് മതി കേട്ടോ ഈ എഗ്ഗ് ബോയിൽ ചെയ്ത് വരാൻ. എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആ ഒരു ഹാഫ് ബോയിൽഡോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോയിലായിട്ട് അങ്ങനെ ഒന്നല്ല, കറക്റ്റ് ബോയിൽഡ് എഗ്ഗായിട്ടാണ് വരിക കേട്ടോ. അതിന് ശേഷം ഞാൻ മേലെ പഴം സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പഴം ഞാൻ ബോയിൽ ചെയ്യല്ല, സ്റ്റീം ചെയ്യുക ചെയ്യണം കേട്ടോ. അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മേലെ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഈ പഴം വെച്ച് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നാൽ നല്ല കറക്റ്റ് വേവിൽ വരും. ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി വരുന്ന വാട്ടർ വേപ്പർ ഉണ്ടാവില്ലേ, ആ വെള്ളം ഇതിലാട്ടോ സ്റ്റോർ ആവുക. ഇത് എടുക്കാനും വെക്കാനും ഭയങ്കര സിമ്പിളാണ്. നമുക്കിതങ്ങനെ വാഷ് ചെയ്യേണ്ടത് നോക്കി നോക്കാം കേട്ടോ. ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബാക്കി സെറാമിക് കോട്ടഡ് ബൗളായിക്കോട്ടെ, സ്റ്റീം ബാസ്ക്കറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ സ്പാച്ചുല, ലാഡ് എല്ലാം നമുക്ക് ഈ റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചിട്ട് കഴുകാൻ നമുക്ക് സോപ്പോ സ്ക്രബ്ബറോ ഒക്കെ യൂസ് ചെയ്ത് കഴുകാൻ പറ്റുന്ന കേട്ടോ. പക്ഷെ അതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ ഒരിക്കലും റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ കാണിക്കാൻ പാടില്ല. ഇതിൻ്റെ മെയിൻ പാർട്ട് നമ്മൾ ജസ്റ്റ് തുണി എടുത്ത് തുടക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇത് വൃത്തിയാക്കുക. അപ്പോൾ നമ്മൾ സാൽമോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ അഗാരോൻ്റെ റീഗൽ റൈസ് കുക്കർ മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മേടിച്ച് ട്രൈ ചെയ്ത് പോയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സാൽമോൾക്ക് ഈ വെജിറ്റബിൾ റൈസ് പാത്രത്തിലായി കൊടുക്കട്ടെ. സാൽമോൻ്റെ പുതിയ പാത്രമാണിത്, ഫ്രഷ് പാത്രം. ഇതിനിടെ ഞാൻ സ്പൂൺ കൂടി വെച്ചെടുത്തു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു പാത്രമാണ്. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സ്പൂണും ഫോർക്കും ചോപ്സ്റ്റിക്കും ഒക്കെ ഉള്ള പാത്രം ഉണ്ടാവില്ലേ, അതാണിത്. അപ്പം ഞാൻ ഇതിൽ എന്തായാലും ചോറായി കൊടുക്കട്ടെ. നമുക്ക് വെജിറ്റബിൾ റൈസ് മാത്രം പോരാ, എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കണം. അപ്പം എന്തായാലും ഞാൻ ചോറ് പാത്രത്തിൽ കാണാം കേട്ടോ. സായ്മോൻ്റെ ഈ പുതിയ ലഞ്ച് ബോക്സിൽ ആകെ 2 വട്ടമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓന് സ്കൂളിൽ തന്നെ പോയിട്ട് കഴിക്കാറാണ്. ഈ ലഞ്ച് ബോക്സിൽ ആയി കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിലത്തെ ചോറ് മതിയാവോ, ഇത്ര മതിയോ, വിശക്കൂലെന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. കാരണം ഇതിൽ അതിന് മാത്രം സ്പേസ് ഒന്നുമില്ല. പക്ഷേ സായ്മോനക്ക് അത്ര മതിയായ കാരണം എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ലല്ലോ. ചെറുപ്പത്തിലൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ പാത്രത്തിലാവില്ല കൊണ്ടുപോകുണ്ടാവും. അതിനെ വലിയ ഉണ്ടാവും പോലത്തെ പാത്രക്കാരം. എന്നിട്ട് തന്നെ എനിക്ക് തികയാറില്ല. കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുള്ള ടെൻഷൻ കാരണം കൊണ്ട്, ചോറ് കൂടുതൽ എന്നുള്ള കാരണം കൊണ്ടും മുഴുവൻ തികയാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അങ്ങനെ പിന്നെ സായ്മോനക്ക് ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. സായ്മോനെ പുതിയ യൂണിഫോം ആട്ടോ, അതൊക്കെ ഇട്ടിട്ട് ഓന് പോവുകയാണ്. ഓനക്ക് അങ്ങോട്ട് സ്കൂൾക്ക് പോണ സമയത്ത് ഓട്ടോ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓന് നടന്നിട്ടോ ആട്ടോ വരാറ്. അപ്പോൾ സായ്മോൻ സ്കൂളൊക്കെ പോയി ഇത് കുറച്ച് സമയത്തിന് ശേഷം എടുക്കണത് കേട്ടോ. അതായത് കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാരണമുള്ള കാരണം കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫോൺ എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ സായ്മോനൊക്കെ പോയി കുറച്ച് നേരമായി. ഇപ്പം ഇനി നമുക്ക് പല്ല് പറിക്കാൻ വേണ്ടി പോവാണ്ട്, പല്ല് കെട്ടിയില്ല. അപ്പം അതിന് ഒരു പല്ലേറ്റ പറിക്കാണ്ട്. അപ്പം അതിന് വേണ്ടി മമ്മ പോവാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. സമയം അപ്പം 2 മണി 3 മണിയൊക്കെ കഴിക്കണം കേട്ടോ. ഞങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ഫുഡ് കഴിക്കാറ്, വലിയ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. അന്ന് കുറച്ച് വർക്കുള്ള കാരണം കൊണ്ട്, എഡിറ്റിങ്ങും ബാക്കിയുള്ള കാരണമൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇന്നങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റിയില്ല. മമ്മ ഫുഡ് കഴിച്ചു. മമ്മ പല്ല് പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി പോയിക്കാണ്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ ഞാൻ മമ്മ പോയി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പം അമ്മനെ ആദ്യം പറഞ്ഞേക്കാം. ഞാൻ പോണില്ല, കാരണം സായ്മോന് ഒരു 4 മണി 4:15 ഇവിടെ എത്തും. അപ്പോൾ ഓൻ്റെ ക്ലാസ് കഴിയാൻ ഇന്നും സമയമുണ്ടല്ലോ. അപ്പം അമ്മൻ്റെ കൂടെ ഇപ്പം ഞാൻ പോകുന്നുണ്ടെങ്കിൽ സായ്മോൻ ഒറ്റക്കാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ സായ്മോൻ വന്നിട്ട് വേണം സായ്മോൻ വന്നിട്ട് വേണം എനിക്ക് പോകാനെന്നല്ല, സായ്മോൻ വരും. അപ്പം ഞാൻ അവിടെ ഉണ്ടാവണം. അവിടെ ഞാൻ അമ്മൻ്റെ കൂടെ പോണില്ല. അപ്പോൾ ഗൈസ് മമ്മ ഒരുങ്ങി ഇറങ്ങി പോകാൻ റെഡിയായി. ഓട്ടോയും വന്നു. പല്ല് പറിച്ചിട്ട് വാട്ടാ കൊല്ലൊരുക്കാൻ വേണ്ടി പോകാൻ ഗൈസ് ആറില്ല. ഒറ്റയ്ക്ക് പോരാളി ഒറ്റയ്ക്ക് പോവുകയാണ്. യെസ്, മമ്മ ഒറ്റയ്ക്ക് പോയി പല്ല് പറിച്ചിട്ട് വരും. ബൈ. സത്യം പറഞ്ഞാൽ മമ്മ എന്നോട് കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലിരുന്നിരുന്ന് ശീലമായിട്ട് എനിക്കൊരു ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മ ഞാനില്ലക്ക് മാറ്റി ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ മടിയാവണ്. അവിടെ മമ്മ ഒറ്റയ്ക്ക് പോയിട്ട് വായിട്ടെന്ന് പറഞ്ഞിട്ട് മമ്മനെ പറഞ്ഞയച്ചതാ. മമ്മ പോയപ്പോൾ തന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ ചോറ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ സംഭവം ഇതൊരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴാണ് ഈ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വെജ് ബിരിയാണി അതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മീൻ വറുത്തതും വെജ് ബിരിയാണിയും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ത് നല്ല കോംബോ. മമ്മ പോയിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, അപ്പോൾ അതിന് കയറി വന്നു. ആ ഷെൽഫിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പം അമ്മ പോയ സ്ഥിതിക്ക് ഞങ്ങൾ
എന്താ പറയുക, കുറച്ചു നേരം ഫോൺ കാണുന്ന തിരക്കിലാണ്. ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവാണ്. സൈമോൾക്ക് ഫോണില്ലാത്ത കാരണം കൊണ്ട് ലാപ്പ് മാത്രമേ കാണുന്നത്. കണ്ടോ എവിടെ ആളെവിടെ? ആ അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരും കൂടി ഇനി മമ്മ ഇല്ലാത്തതിൻ്റെ ആഘോഷമാണ് കുറച്ച് നേരം നടക്കാൻ പോണത്. ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നീക്കും. പിന്നെ നമുക്കൊന്ന് പുളിതക്രാമി ഉണ്ടാക്കണം കേട്ടോ. അത് ഞങ്ങൾ പുളിതക്രാമിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സിനിമ കാണും, വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് നീറ്റു. ഇപ്പോൾ ഇനി ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ടാങ്ക് കുടിക്കാൻ ഭയങ്കര പുതുക്കി ഇടക്ക് ഇതേപോലെ മധുരം കഴിക്കാൻ വേണ്ടി പൂട്ടിയാവട്ടെ. അപ്പോൾ ഞാൻ ഇടക്ക് കുടിക്കണതാണ് ഈ ടാങ്ക്. അപ്പോൾ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി സായ്മോൻ ഇന്നലെ തന്നെ വെള്ളം ഫ്രിഡ്ജിലേക്ക് വെച്ചിക്കണ്. അപ്പോൾ നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ ടാങ്ക് ഉണ്ടാക്കാം ഗൈസ്. ഗായ്സ് എൻ്റെ മമ്മി വന്നിട്ടുണ്ട് പല്ല് പറിച്ചിട്ട വേദന. ഇപ്പൊ വർത്താനം പറയാൻ വെക്കുണ്ടാവില്ല, പഞ്ഞി അടിച്ചിക്ക. ഒരു മണിക്കൂർ കൊണ്ട് ഒരെടുക്കാനുണ്ട്. മക്കളെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതെ കുഴപ്പമില്ല. വെരി സ്ട്രോങ്. മാസ്ക് ഇല്ല. മാസ്ക് ഡബിൾ സ്ട്രോങ്. അപ്പൊ ഞാൻ പോയി മെല്ലെ കട്ടുമ്പൊക്കെ എടുത്തോ. ഇതെന്താ ഇന്നൊരു ദിവസേ ഇതെന്താ? എനിക്ക് രണ്ടാമത്തെ ഷവർമുണ്ട്, എനിക്ക് ബ്രെഡുണ്ട്. ഇന്നൊരു ദിവസം ഫുൾ റെസ്റ്റ് എടുക്കാൻ ആയിക്കോട്ടെ. അവിടെ കൊണ്ടുപോയി കെടുത്താനിപ്പൊ പൊക്കാൻ കഴിയില്ല. നടന്നോളി, കയറി കിടന്നോളി. അങ്ങനെ മമ്മ സുവർണാവസരം എന്നൊക്കെ പറഞ്ഞിട്ട് കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവിടെ ടാങ്ക് ഉണ്ടാക്കാൻ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാട്ടാന്ന് വെച്ചാൽ ഞാൻ ടാങ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടാങ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നല്ലൊരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം എനിക്ക് ടാങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സായ്മോനക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ സായ്മോൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുടിച്ചു നോക്കിട്ടോ. ഗൈസ് ടാങ്ക് ഉണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. സായ്മോൻ ഇന്നലെ വെള്ളം വെച്ചാണ്. ഫ്രിഡ്ജത്തെ വെള്ളം അടച്ചു വെക്കാതെ വെച്ച കാരണം കൊണ്ട് ഫ്രിഡ്ജത്തെ ആ ഒരു ചുവ വെള്ളത്തിൽ ഇറങ്ങിക്കണം. അപ്പോൾ അത് കുടിക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ഷവർമ കൊണ്ടുവരണം അമ്മ. നമുക്കത് മാത്രം കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനുള്ള മൂടി എനിക്കില്ല. അപ്പം നമുക്ക് നേരെ ഷവർമ കഴിക്കാം. അപ്പം അമ്മ സർപ്രൈസ് ആയിട്ടാട്ടോ ഷവർമ കൊടുക്കുന്നത്. ഞങ്ങൾ കുറേ ആയി ഷവർമ ഇപ്പോൾ കഴിച്ചിട്ട്. ഇപ്പം അടുത്തൊന്നും ഷവർമ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ മന്തിയൊക്കെ മേടിക്കാറുണ്ട്, പക്ഷെ ഷവർമക്ക് അത്രക്കണ്ട് നോട്ടം പോവാറില്ല. ആദ്യം വളാഞ്ചേരിയിലൊക്കെ ഉണ്ടായ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷവർമ അമ്മ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മേടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഷവർമ കഴിച്ചപ്പോഴത്തേനും ഏകദേശം ഒരു രാത്രി ഇരുട്ട ആവാറായി. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനും സായ്മോനും കൂടി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. മമ്മ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ മമ്മക്ക് പല്ല് പറിച്ചിട്ട് പല്ലുമെന്ന് ചോരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞി കടിച്ചിട്ട് കെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മമ്മ ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങൾ ഓതി നിസ്കരിച്ചു. പിന്നെ കുറച്ച് നേരം വെറുതെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കുറച്ചൊന്നും ഷവർമ കഴിച്ചില്ലേ. അപ്പോൾ വിശക്കണമൊന്നുമില്ല. അപ്പോൾ നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നീച്ച വയ്ക്കണം. ഞാൻ കിച്ചണിലാണ്. രാവിലെ നീച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ദോശയും ബീഫ് കറിയും കഴിക്കാൻ പൂതിയായി. ഞാൻ ചില ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്താ പറയുക, നാളെ എന്താക്കാരം നാളെ രസമുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ നീക്കണ തന്നെ അത് മനസ്സിലോർത്തിട്ടാക്കാരം. ഹായ് നാളെ അതാണല്ലേ ഇതന്നെ ഒരു വിചാരമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് രാവിലെ നീറ്റപ്പോൾ എന്നാൽ രാത്രി കിടന്നപ്പോൾ മുതൽ എനിക്ക് ദോശയും ബീഫ് കറിയും കഴിക്കാൻ പൂതിയാവുക. ദോശ ചിക്കൻ കറി എന്നാണ് ഞാൻ ആലോചിച്ചത്, പക്ഷേ അതിനുള്ളിൽ കുറച്ച് ബീഫ് വെക്കണുണ്ടാവുക. പിന്നെ ആ കറി ഉണ്ടാക്കിയാലെന്നൊരു ആലോചന വന്നു. പക്ഷേ ബീഫിൻ്റെ ഐസ് വിടണം എന്നാലുള്ളത് നടക്കുക. അപ്പോൾ ഐസ് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കണം. എന്നിട്ട് ദോശയും ബീഫ് കറി ഉണ്ടാക്കണം. സായ്മ പോണതിന് മുമ്പ് തന്നെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ആദ്യം മമ്മക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് വന്നിട്ട് അരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ ചിന്തയിൽ വരാറ്. അപ്പോൾ ഞാൻ അതിനെ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ഉള്ള നല്ല പാകത്തിന് മധുരം അതേ പാകത്തിന് ചായപ്പൊടിയൊക്കെ ആയിട്ടുള്ള ചായ ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ അടുത്ത ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരും കഷ്ടപ്പെടുത്താറില്ല. എനിക്ക് തന്നെ കുക്കിംഗ് അറിയണ കാരണം കൂടി ഞാൻ തന്നെ ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ. പക്ഷേ ഈ സവാള എനിക്ക് ആകെ പ്രശ്നം. എൻ്റെ തൊലി കളയുമ്പോഴത്തേൻ്റെ കണ്ണെരിയൽ തുടങ്ങും. അത് മുറിക്കേണ്ട ആവശ്യം കൂടില്ല, അതിൻ്റെ മുന്നേ ഞാൻ കരച്ചിൽ തുടങ്ങും. പിന്നെ അപ്പോൾ കാര്യമാക്കണല്ലോ, നമുക്ക് ഫുഡല്ലേ മെയിൻ. അപ്പോൾ നമ്മളിതൊക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തന്നെ അതൊക്കെ വഴറ്റിയിട്ട് പിന്നെ ബീഫ് ഇട്ടിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാതെ മൊത്തത്തിൽ കുഴച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സവാള, തക്കാളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് മീറ്റ് മസാല അത് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചെയ്തത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളം വെച്ചിട്ട് ബീഫിന് നല്ല നെയ്യ് ഉണ്ടായിരുന്നു. അപ്പം നെയ്യ് വെള്ളമൊക്കെ അതിൽ തന്നെ വന്നോളും. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ കുക്കറായ കാരണം കൂടെ കുറേ വിസിലടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വിസിലടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി ഏകദേശം വന്നപ്പോൾ സായ്മോനക്ക് പോവാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ ധൃതിയിൽ ദോശ ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ സായ്മോനക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനക്ക് പോകാൻ സമയമായിക്കണം. 9:15 വണ്ടി വരും. 9:12 ആയപ്പോഴാണ് ഞാൻ വാരി കൊടുക്കുന്നത്. അങ്ങനെ വാരി കൊടുത്തിട്ട് മച്ചാൻ വണ്ടി വന്നപ്പോൾ നേരെ കയറി ഓടിയിരിക്കണ്. അവനക്ക് പിന്നെ
ഓട്ടോ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുറത്താണെങ്കിൽ ഫുള്ള് മഴ. ഈ ഇടയ്ക്ക് മഴ ഇല്ലാത്ത ദിവസം ഓനിങ്ങനെ നടന്നു പോകും. മഴയുള്ള ദിവസമാണെങ്കിൽ എന്തായാലും ഓട്ടോ ഉണ്ടാവും കേട്ടോ. അല്ലാത്ത ദിവസം മിക്കവാറും ഓട്ടോ വെക്കാറുണ്ട്. അപ്പോൾ ഓൻ പോയ തക്കം നോക്കിയിട്ട് ഞാൻ നേരെ ദോശയും ബീഫും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർ പറഞ്ഞേക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തന്നെ കഴിക്കണ ഇഷ്ടമല്ല, അത് എനിക്കൊരു സുഖമില്ല, ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണ കുഴപ്പമില്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ്, എൻ്റെ ആഗ്രഹത്തിനുള്ള ഞാൻ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബീഫിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചത് കപ്പിട്ട് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ച ബീഫ്. അപ്പോൾ നെയ്യും എല്ലാം ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മളെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അധികം പണികളുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പണിക്ക് പോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നിപ്പോൾ ഇവിടെ വീട്ടിലായ കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിക്കുള്ള ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ അടുക്കള ഉണ്ടാവും, ഇടയ്ക്ക് ഇവിടെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവും, അല്ലാത്ത വേറെ പണികളുണ്ടാവും. അതൊക്കെ തന്നെ ഇപ്പോൾ ലൈഫിൽ നടക്കണമല്ല. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നടക്കണില്ല, കാരണം പുറത്തേക്കൊന്നും പോകണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ തട്ടിമുട്ടി പോവാറ്. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് മടിയായി പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോവുക, മഴ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകണം, എല്ലാം സെറ്റാക്കണം. അതുവരെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതേപോലെയൊക്കെ പോകണം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.